പത്തനംതിട്ട CPM-ൽ ഔദ്യോഗിക വിഭാഗത്തിനെതിരെ പടയൊരുക്കം. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ കണ്ണുമടച്ച് പാർട്ടിയിലേക്ക് സ്വീകരിച്ചതിൽ CPM ജില്ലാ സെക്രട്ടറിക്കും ഔദ്യോഗിക വിഭാഗത്തിനുമെതിരെ വിമർശനം രൂക്ഷമാണ്. CPM സംസ്ഥാന നേതൃത്വവും ഇക്കാര്യത്തിൽ അതൃപ്തിയിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷം തിരുത്തൽ നടപടിക്കിറങ്ങിയ പാർട്ടിയെ ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവും സംഘവും ചേർന്ന് പ്രതിസന്ധിയിലാക്കിയെന്നാണ് ആക്ഷേപം. BJP വിട്ടുവന്ന 62 പേരെ ജില്ലാ സെക്രട്ടറിയും മന്ത്രിയും ചേർന്ന് പാർട്ടിയിലേക്ക് സ്വീകരിച്ചതാണ് വിവാദം. പാർട്ടിയിലെടുത്ത പ്രധാനി ശരൺ ചന്ദ്രൻ കാപ്പ കേസ് പ്രതി എന്ന വിവരം തിരിച്ചടിയായി. പിന്നാലെ യദു കൃഷ്ണൻ എന്ന യുവാവ് കഞ്ചാവ് കേസിൽ ഉൾപ്പെടുന്നു. SFI-ക്കാരെ ഉൾപ്പെടെ വധിക്കാൻ ശ്രമിച്ച കേസിൽ പോലീസ് തിരയുന്ന സുധീഷിനും മാലയിട്ട് സ്വീകരണം നൽകി. യദുവിനെ ന്യായീകരിക്കാൻ ശ്രമിച്ചതും പാളി. എക്സൈസ് അറസ്റ്റിനെതിരെ DYFI പ്രതിഷേധത്തിന് തീരുമാനിച്ചു. ഇത് തൽക്കാലം വേണ്ടെന്ന് വെച്ചിട്ടുണ്ട്. കേസുകളെല്ലാം ഒഴിവാക്കി നൽകാമെന്ന ഡീലിലാണ് ജില്ലാ സെക്രട്ടറി ഇഡലി എന്ന ശരൺ ചന്ദ്രനെയും കൂട്ടാളികളെയും പാർട്ടിയിലേക്ക് കൊണ്ടുവന്നത് എന്ന പ്രതിപക്ഷ പ്രചരണത്തിനൊപ്പം CPM-ലെ ഒരു വിഭാഗവുമുണ്ട്. മലയാളപ്പുഴയിലെയും പത്തനംതിട്ടയിലെയും പാർട്ടി പ്രാദേശിക ഘടകങ്ങളെ പോലും അറിയിക്കാതെ സ്വീകരണ പരിപാടിയും നടത്തി. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെ സ്വീകരിക്കാൻ പോയ ആരോഗ്യമന്ത്രിക്കെതിരെ പ്രതിപക്ഷം ശക്തമായി രംഗത്ത് വന്നതും പാർട്ടിയെ വെട്ടിലാക്കി. ഇനിയുള്ള ജില്ലാ യോഗങ്ങളിൽ ഈ വിഷയമെല്ലാം വലിയ ചർച്ചയായി മാറുകയും ചെയ്യും. ഇതിനിടയിലാണ് യദു കൃഷ്ണയെ കഞ്ചാവുമായി പിടിച്ച സംഭവത്തിൽ DYFI നടത്താനിരുന്ന പ്രതിഷേധ മാർച്ച് മാറ്റിവെച്ചത്. പത്തനംതിട്ട എക്സൈസ് ഓഫീസിലേക്ക് ഇന്ന് നടത്താൻ തീരുമാനിച്ചിരുന്ന പ്രതിഷേധമാണ് മാറ്റിയത്. CPM-ലേക്ക് വന്ന മയിലാടുപാറ സ്വദേശി യദു കൃഷ്ണനെതിരെ എക്സൈസ് രാഷ്ട്രീയ ഗൂഢാലോചനയിൽ കള്ളക്കേസെടുത്തു എന്നാണ് DYFI-യുടെ ആരോപണം. ഇത് ശരിയല്ലെന്ന തരത്തിലെ തെളിവുകൾ പുറത്തു വന്നു കഴിഞ്ഞു. കഞ്ചാവ് പിടികൂടിയ അസീസ് എന്ന ഉദ്യോഗസ്ഥന് യുവമോർച്ച ബന്ധമുണ്ട് എന്നും അയാൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും DYFI ആവശ്യപ്പെടുന്നു. എന്നാൽ യദു കൃഷ്ണനിൽ നിന്നും കഞ്ചാവ് പിടിച്ചെടുത്തു എന്നാണ് എക്സൈസ് വ്യക്തമാക്കുന്നത്. പ്രതിഷേധ സമരം എന്തുകൊണ്ടാണ് മാറ്റിവെച്ചത് എന്നതിൽ ഔദ്യോഗിക വിശദീകരണവും DYFI നേതൃത്വം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അന്തരിച്ച ഇടത് സഹയാത്രികയായ വിജ്ഞാന പത്തനംതിട്ടയുടെ ഡയറക്ടറായ ബീന ഗോവിന്ദിന്റെ സംസ്കാര ചടങ്ങ് ഇന്നാണ് എന്നും അതിനാണ് മാർച്ച് മാറ്റിവെച്ചത് എന്നുമാണ് ഔദ്യോഗിക വിശദീകരണം. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് യുവമോർച്ച BJP പ്രവർത്തകർ എന്ന് അവകാശപ്പെടുന്ന 62 പേരെ കുമ്പള ലിജോ ഓഡിറ്റോറിയത്തിൽ CPM-ലേക്ക് രക്തഹാരമണിയിച്ച് സ്വീകരിച്ചത്. മന്ത്രി വീണ ജോർജാണ് യോഗം ഉദ്ഘാടനം ചെയ്തത്. മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കാനും രക്തഹാരമിട്ട് ഇവരെ പാർട്ടിയിലേക്ക് സ്വീകരിക്കാനും മുന്നിൽ നിന്നതും മന്ത്രി തന്നെയായിരുന്നു. ഇതോടെ CPM-ന് ശനിദശ തുടങ്ങി. മന്ത്രി മാലയിട്ട് സ്വീകരിച്ചത് സ്ത്രീകളെ അടക്കം ആക്രമിച്ച കേസിലും കാപ്പ കേസിലും ഉൾപ്പെട്ട പ്രതി ശരൺ ചന്ദ്രനെയാണ് എന്ന് ആദ്യം വാർത്ത വന്നു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതിലൊരാളെ കഞ്ചാവുമായി പിടിച്ചു. മൂന്നാമൻ ഒളിവിലുള്ള വധശ്രമ കേസ് പ്രതിയാണെന്ന വിവരം ഇപ്പോഴാണ് പുറത്തു വരുന്നത്. SFI-ക്കാരെ വധിക്കാൻ ശ്രമിച്ച കേസിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഒളിവിലെന്ന് പോലീസ് പറയുന്ന 4ാം പ്രതി മലയാളപ്പുഴ സ്വദേശി സുധീഷിനെയാണ് മന്ത്രിയും CPM ജില്ലാ സെക്രട്ടറിയും ഏരിയ സെക്രട്ടറിയും ഒക്കെ ചേർന്ന് മാലയിട്ട് CPM-ലേക്ക് സ്വാഗതം ചെയ്തത്. ആകെക്കുഴപ്പത്തിലായ ജില്ലാ സെക്രട്ടറി വീണ്ടും വിചിത്ര ക്യാപ്സ്യൂളുകളുമായി രംഗത്ത് വന്നിട്ടുമുണ്ട്.